വിധി വന്നു. 20 വർഷം എല്ലാവർക്കും കഠിന തടവ് വിധിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 7.5 കൊല്ലം പൾസർ സുനി ജയിലിൽ കിടന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അത് വീണ്ടും കുറഞ്ഞ് 13 വർഷത്തോളം അല്ലെങ്കിൽ 12 വർഷത്തോളമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ജയിലിലൊക്കെ കിടന്നത് കൊണ്ട് 17 വർഷമായിട്ടും 15 വർഷമൊക്കെ ആയിട്ട് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്. എന്ത് നല്ല വിധിയാണല്ലേ. ഓടുന്ന വാഹനത്തിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതില് പൾസർ സുനി പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് കൊട്ടേഷൻ തന്നതാണ് എന്നുള്ളത് ഈ നടിയോട് തന്നെ പറയുന്നുണ്ട്. ഈ നടി അത് കേട്ടതാണ്. ഈ നടി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൊഴിയിൽ. ഇത് ഈ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നൊക്കെയാണ് എന്നിട്ട് ഇപ്പൊ കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തോ ആവട്ടെ, കോടതിയെ വിമർശിക്കാനോ കോടതി വിധിയെ ഒന്നും പറയാനോ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യത്തിൽ കോടതിയിൽ തന്നെ ഇന്ന് ജഡ്ജി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത് പറയണ്ട, നമുക്ക് കുറച്ച് എവിഡൻസ് വെച്ചിട്ട് തന്നെ സംസാരിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. അതുകൂടാതെ തന്നെ വാഹനത്തിൽ വെച്ച് ആ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ വീഡിയോ കണ്ട വ്യക്തിയുടെ ശബ്ദ സന്ദേശമുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറി ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട്, എവിടെയാണ് CFSL പോയ റിപ്പോർട്ടിന്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. ഇത് അതിജീവിതയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഭിഭാഷക പറയുന്ന വാക്കുകളാണ്. മെമ്മറി കാർഡ് എവിടെ, ആരത് ഓപ്പൺ ചെയ്തു, കോടതി അതിനെ ഏത് രീതിയിൽ കാണും എന്നുള്ളത് ഇവർ ഉറച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് തെളിവുകൾ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഇവര് ദിലീപുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പൾസർ സുനിക്ക് ഒരിക്കലും 20 വർഷമല്ല കിട്ടേണ്ടത്, ഇരട്ട ജീവപര്യന്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മളെല്ലാവരും, അല്ലെ? പക്ഷെ എല്ലാവർക്കും ദിലീപും കൂടി ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള ഒരു കാര്യം എങ്ങനെയെങ്കിലും തെളിയിക്കണം. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല കേട്ടോ പേഴ്സണലി. പക്ഷെ പല വിഷ്വൽസും പല ന്യൂസുകളും പല ശബ്ദ സന്ദേശങ്ങളും കേൾക്കുമ്പോൾ സംശയം പല ഇടങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നടി ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും എടുക്കാൻ വേണ്ടി ലാല് തന്നെ തന്റെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ആ വാഹനത്തില് നടിയെ കൊണ്ടുവരുന്ന സമയത്ത് വാൻ ഇടിക്കുന്നു. ആ വാഹനം ഇടിച്ചതോട് കൂടിയിട്ട് പൾസർ സുനിയും കൂട്ടുകാളികളും ഈ XUV കാറിലേക്ക് കുത്തിക്കയറുന്നുണ്ട്. ആ കാറ് ജൂനിയർ ലാലിന്റെ അല്ലെങ്കിൽ ലാലിന്റേതാണ് എന്നുള്ളതാണ്. ആ വാഹനത്തിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. എന്നിട്ട് മാർട്ടിൻ എന്ന് പറയുന്ന ലാലിന്റെ ഡ്രൈവർ ലാലിന്റെ വീട്ടിൽ തന്നെയാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നതിന്റെ ശേഷം ഉണ്ടായ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ലാലിനെയും ലാൽ ജൂനിയറിനെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതായത് ദിലീപിനെ പൾസർ സുനി പറയുമ്പോഴും പൾസർ സുനി അയക്കുന്ന കത്തും പൾസർ സുനി കോൾ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതായത് ജയിലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതാണ് കുറ്റവാളി, ഇയാളാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞത്. അതേസമയം പല ആളുകളുടെ മുഖത്തേക്കും കൂടി ആ വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ കയ്യിൽ തെളിവുണ്ടാവുമല്ലോ, വക്കീല് പറയുന്ന എല്ലാ തെളിവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും അദ്ദേഹത്തിനെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി 2200 വരുന്ന പേജാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് വിധി പകർപ്പ്. അത് കിട്ടണം, അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന വാക്കൊന്ന് കേൾക്കാം. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അത്ര വലിയ ഒരു ഗൗരവമുള്ള വിഷയമായി കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രതി അയാളുടെ മൊബൈലിൽ തന്നെ എത്രയോ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്ന വീഡിയോ ഉണ്ട് എന്നുള്ളത് അവിടെ അറിയാം. എന്നിട്ടും അവർക്ക് നന്നാവാൻ ഒരു അവസരവും അവരുടെ കുടുംബത്തിനെ പരിഗണിച്ച്, അവരുടെ പ്രായത്തെ പരിഗണിച്ച്, അവരുടെ ഭാവിയെ പരിഗണിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അവൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ശരിയാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാള് അവർ ആ ഒരു ഓർമ്മകളിലൂടെ ആ ട്രോമയിലൂടെ ജീവിക്കുന്ന വ്യക്തിയാ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തൂവൽ സ്പർശം ഏൽക്കുന്നത് പോലെയാ. ഈ പൾസർ സുനി ഇനി 13 വർഷം അല്ലെങ്കിൽ 12 വർഷം അവിടെ കിടന്നാൽ മതി. അത് കഴിഞ്ഞ ആള് പുറത്തിറങ്ങും, അല്ലെ? അയാൾ ഇവരുടെ ഒക്കെ മുഖത്ത് കൊഞ്ഞലം കുത്തി നടക്കും ചെയ്യും. ബാക്കിയുള്ള പ്രതികളും ഇതേ രീതിയിൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ?
പൾസർ സുനിയുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നു. അതായത് നിലവിൽ ആളുടെ സ്വഭാവം ഇതാണ്, അയാൾ ഒരു വൃത്തികെട്ടവനാണ്, അയാൾക്ക് ഒരു മോട്ടീവും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ അത് അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അയാൾ ഒരു വൃത്തികെട്ടവനാണ്. ഓൾറെഡി ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കഥയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് അയാൾക്കൊരു കൊട്ടേഷൻ കിട്ടിയതാണ് എന്ന് നടിയോട് പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ ആക്രമിക്കപ്പെട്ട നടിയും പറഞ്ഞിട്ട് അയാൾ കൊട്ടേഷൻ കിട്ടിയതാണെന്നുള്ളത്. ഒരു പക്ഷേ അയാളുടെ സ്വഭാവം ഈ വൃത്തികേടുകളാണ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ട് ഇത് കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ ചോദിക്കുകയാണ്. എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് കേട്ടോ. അയാൾ സ്വമേധയെ ചെയ്തതാണോ അല്ലേ എന്നുള്ളത് ഒരു നുണപരിശോധന നടത്തിയാൽ തന്നെ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നുണപരിശോധന നടത്തുന്നത് എനിക്ക് അറിയില്ല. അവരെ ഒന്ന് നുണപരിശോധന നടത്തി കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവും എന്നുള്ളതാണ്. അതിജീവിതക്ക് നീതി കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മളാരും ഇനി ഒന്നും മിണ്ടാൻ പാടില്ല, നമ്മൾ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ നമ്മളെല്ലാരും പിടിച്ച് അകത്താക്കും എന്നൊരു ഭീഷണിയും മുഴക്കി. എന്താണിത്? എന്താ ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? സ്ത്രീകൾ എങ്ങോട്ടാ പോകേണ്ടത്? പറയൂ, അതുകൂടി പറയണം. ഇനി എങ്ങോട്ട്? മേൽക്കോടതി ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എല്ലായിടത്തിൽ നിന്നും നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അവരിൽ നിന്ന് ഒരു കരുണ നമ്മൾ പ്രതീക്ഷിക്കില്ലേ? എനിക്ക് നീതി വാങ്ങി തരൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഏതൊരു പെണ്ണും പ്രതീക്ഷിക്കില്ലേ? നാളെ അവളെ പോലെ മറ്റൊരു പെൺകുട്ടിക്ക് ഇതുപോലെ സംഭവിച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ഭയം വരില്ലേ? അയ്യോ, അതായത് ഈ കേസിന്റെ പ്രത്യേകത എന്താണ്? ഒരു സെലിബ്രിറ്റിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയൊരു വാർത്തയാവുന്നതും ഈ സമൂഹം ഒന്നടങ്കം ഈ കേസിനെ നോക്കിക്കാണുന്നതും. അതൊരു പോയിന്റാണ്. ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര അധികം ചർച്ച ചെയ്യപ്പെട്ടതും ഈ ഒരു രീതിയിൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടിയതും. ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊല്ലാതെ അയാളെ ശിക്ഷ കുറച്ചു വിട്ടപ്പോ ഈ പറയുന്ന ഒരു വ്യക്തി പോലും സംസാരിച്ചിട്ടില്ല. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടാണ് ആ കുട്ടിയെ കൊന്നിട്ടുള്ളത്. എന്നിട്ടും ഗോവിന്ദച്ചാമിയുടെ ശിക്ഷ കുറച്ചു കൊടുത്തപ്പോ ഒരാള് മിണ്ടിയിട്ടില്ല. ഇനി അഭിഭാഷക പറയുന്ന ഈ ഒരു വാക്ക് ഒന്ന് കേൾക്കാം. തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പച്ചക്കള്ളമാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ പറയും. ഇന്ന് എനിക്ക് പറയാൻ പറ്റും ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ചേച്ചി ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ. സഹിൻ, എനിക്ക് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. മനസ്സിലായി? 100 കൂടുതലുണ്ടാ ആളുകൾ 101 പറയും, പക്ഷെ 101% ഇല്ലല്ല. ഇതിന്റെ വിധിപ്പകർപ്പ് കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടാതെ എന്തുകൊണ്ട് ദിലീപിനെ ഇതിൽ മാറ്റി നിർത്തി എന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല. ദിലീപ് ഇതിൽ കുടുങ്ങണമെങ്കിൽ ദിലീപ് ഇത് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ കൃത്യമായ തെളിവ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇവിടെ വക്കീല് പറയുന്നു എല്ലാ തെളിവുകളും ഞാൻ കൊടുത്തു എന്നുള്ളത്. എന്നിട്ടും ഈ കേസിൽ നിന്ന് ദിലീപിനെ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ തെളിവുകൾ കിട്ടിയിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടും രക്ഷപ്പെട്ടതാകാം. ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാൽ മീഡിയ, ലാലിന്റെ വാഹനം, അതവിടെ ചോദ്യചിഹ്നം തന്നെയല്ലേ. എല്ലാ രീതിയിലും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ നമുക്ക് ദിലീപിനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, ലാലിനോടില്ല, ഈ പൾസർ സുനിയോടുണ്ടോ? ഇല്ല. ആരോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിജീവിതയോട് മാത്രമാണ്. ഇത് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതാണ് എങ്കിൽ കൊട്ടേഷൻ കൊടുത്താൽ ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം. ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നാണ് കോടതി പറയുന്നത്. ഇയാൾ ചെയ്തതാണെന്നൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിത് കൂട്ടി വായിക്കുമ്പോൾ പലതും ആ രീതിയിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കേൾപ്പിക്കാൻ പോണ ശബ്ദങ്ങൾ നിങ്ങൾ കാത് കൂർപ്പിച്ച് തന്നെ കേൾക്കുക. ദിലീപിന് ജയിലിൽ നിന്നും പൾസർ സുനി അയച്ച കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ കത്ത് വന്നതോട് കൂടിയിട്ട് ഒരു ഫോൺ കോള് ദിലീപിന്റെ ഡ്രൈവർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ജയിലിൽ നിന്നാണ്. അതൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കണത്? സംസാരിക്കാൻ ഇത് കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാക്കണത് ഞങ്ങൾക്ക് ഇതായിട്ട് എന്താ ബന്ധം? പിന്നെ ഞങ്ങളെ വിളിക്കണത് എന്നെ വിളിക്കണ കാര്യമല്ല. ഞാൻ വിളിക്കണത് നിങ്ങളോട് ആൾക്കാരൊക്കെ വിളിക്കണവരൊക്കെ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ആവശ്യമില്ല. എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളോട് എല്ലാവരും നിങ്ങൾ എവിടെ നിന്നായാലും എന്നെ വിളിക്കണ്ട. ആരുടെ അടുത്ത് എന്ത് പറയാൻ? ആരുടെ അടുത്തൊന്നും പറയണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇതോളം പറഞ്ഞു. ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞല്ല. നീ കൂടെ കേസ് കൊടുക്ക, എന്ത് കോപ്പുകൾ ചെയ്തോ?
നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിന്റെ ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഞങ്ങളെ വിളിക്കേണ്ടത് നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ എന്ത് വിളിക്കണേ? അത് ചെയ്തോട്ടെ ചോദിച്ചാൽ നീ ധൈര്യത്തോടെ ചെയ്തോടാ. നിങ്ങൾ എന്തിനാ വിളിക്കണേ? ധൈര്യത്തോടെ വിളിക്കേണ്ടത് നല്ലോണം പറഞ്ഞു. എന്നെ വിളിക്കണ്ട. ഒരു കാര്യമില്ല, ഒരു കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നും കാണണ്ട കേൾക്കണ്ട. നിങ്ങൾ ഇഷ്ടമുള്ള ഇതേ ചെയ്യുന്ന പറഞ്ഞില്ലേ? വിളിക്കണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ചെയ്തായി. ഓക്കെ, അതായത് ജയിലിൽ നിന്നും കത്തയച്ചിട്ടുണ്ട്. അപ്പുണ്ണി അതൊന്ന് വാങ്ങി കൊടുക്കണം, 1.5 കോടി രൂപ ദിലീപിൽ നിന്ന് വാങ്ങണം എന്നുള്ള കാര്യമാണ് അപ്പുണ്ണിയോട് പറയുന്നത്. എന്നാൽ അപ്പുണ്ണി പൂർണ്ണമായി നിരസിക്കുന്നുണ്ട്. ജയിലിൽ നിന്നാണ് കോൾ വന്നിട്ടുള്ളത്. ജയിലിൽ കോൾ ചെയ്യാനുള്ള സംവിധാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻ ഇട്ട് വിളിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവന്ന് വിളിക്കേണ്ടി വരും. ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് സഹതടവുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലക്കാരനായ ഒരു മനുഷ്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് മൂലാധാരത്തിൽ വെച്ച് ഒളിപ്പിച്ചു വെച്ച് കൊടുക്കുന്ന ഫോണായിരുന്നു എന്നുള്ളൊരു കാര്യം. അതിൽ നിന്നാണ് വിളിച്ചത് എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി കേൾപ്പിക്കാൻ പോകുന്ന ശബ്ദം ഏറ്റവും നിർണായകമാണ് എന്നുള്ളതാണ്. ഈ തെളിവുകളൊക്കെ കോടതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇനി ഇത് കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു ശബ്ദമാണ്. ദിലീപിന്റെ അനുജനും അഭിഭാഷകനും തമ്മിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ്. ഇവര് നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഉള്ള ഒരു ശബ്ദ സംഭാഷണമാണ് എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത്. ഇതൊന്ന് കാണാം, കേൾക്കാം. പുള്ളിയോട് ഇല്ല, ഫിലിപ്പച്ചാൻ പുള്ളിയോട് അതിന്റെ ചേട്ടനായിട്ട് സംസാരിച്ച കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കായിരുന്നു. പുള്ളി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ പുള്ളി അതിൽ മറ്റേ ക്വസ്റ്റനെയറിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നല്ല. ഞാനിപ്പോൾ അതിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു മൊബൈൽ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ നമുക്ക് വന്നിട്ട് അത് ഓരോ പോയിന്റ് വൈസ് നമുക്കത് നോക്കുകയും ചെയ്യാം. അപ്പോ ഇല്ല, അത് പുള്ളി ഇപ്പൊ അതിന്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി ഇതും വെച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവം. സോ നമുക്കത് അതിൽ പുള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പുള്ളി ചോദിച്ചിട്ടുണ്ട് ഇത് മൊബൈലിലാണ് എടുത്തതെന്ന് നിങ്ങൾ പറയുന്നതിനെ ഏത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം പുള്ളി ഇതിനകത്തുണ്ട്. അതിനെ ഈ സമയത്ത് ഈ മൊബൈൽ വെച്ച് കണ്ടു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ വ്യക്തമാക്കി, എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചത്, അതിനുള്ള ഉത്തരം ഇവർ തരണം. അപ്പൊ അത് ക്വസ്റ്റ്യനെയറിൽ വന്നിട്ടുണ്ട്. കാര്യം പുള്ളിക്ക് പുള്ളിക്ക് ഈ സാധനം കിട്ടുകയാണെങ്കിൽ അവരുടെ ലാബിൽ കൊണ്ട് ഇത് പരിശോധിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള. പക്ഷെ ഇപ്പൊ അത് കാണുന്നത് മാത്രം ആയതുകൊണ്ടുള്ള ഒരു സംഭവം. പക്ഷെ ആ പുള്ളി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക ഒന്ന് ഇപ്പൊ ഇവരൊന്ന് എ സിയുടെ സൗണ്ടിന് എങ്ങനെ വേരിയേഷൻ ഉണ്ടാവും? എ സിക്ക് ഓടുകയാണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. എ സിയുടെ ശബ്ദം അല്ല ഇടയ്ക്ക്, പക്ഷെ വിഷ്വൽസ് വേറെ ദിശയിൽ പോകുന്നുണ്ടല്ലോ. ഇടയ്ക്ക് വിഷ്വൽസ് അടിയിലേക്കും ഫ്ലോറിലേക്കും ഒക്കെ ആയിട്ട് തെറ്റി പോകുന്നില്ലേ? പക്ഷെ ഒരു ഓടുന്ന വണ്ടിയാണെന്ന് കാണിക്കുന്ന രീതിയിൽ മൊബൈലിട്ട് കളിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. അതല്ല ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ചുമ്മാ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ചുമ്മാ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളത് കണ്ടതല്ലേ. അതുകൊണ്ട് അവരെ ഒരു അറ്റൻഷൻ നമ്മൾ അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പല പ്രാവശ്യം കണ്ട അവര് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം വന്നപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയതല്ല. അത് നമുക്ക് പതുക്കെ ചെയ്യാം. ഒരാളെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അവരെ പതുക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരോട് സത്യം മനസ്സിലാക്കിപ്പിക്കുക. ഇന്ന് ആദ്യമൊക്കെ മസിൽ പിടിച്ചെങ്കിലും അവർ കുറച്ചങ്ങോട്ട് അയഞ്ഞില്ലേ അവസാനമായപ്പം നല്ല വ്യത്യാസമായി. അല്ല അത് നമ്മൾ നേരിട്ട് അവരോട് എന്ന് പറഞ്ഞ് ഇത് കള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ ആ രീതിയിൽ ഒരു ടാക്ട്ഫുള്ളേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായി നിങ്ങൾ വന്നത് ഏറ്റവും നന്നായി. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും നിങ്ങൾ വരണ്ടെന്നുള്ള സ്റ്റാൻഡിലായിരുന്നു. സാറത് പറഞ്ഞ സാറിനെ അതെ പുള്ളി ഇദ്ദേഹം ഇറങ്ങാൻ നിൽക്കും. അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇത് ദിലീപിന്റെ അനുജനും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണമാണ് എന്ന രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ ഇത് പുറത്തു വിട്ടതാണ്. ഓക്കെ, ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ ശബ്ദ സംഭാഷണത്തിൽ ഇവർ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം സംസാരിക്കുന്നത് പോലെ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇനി ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് കോടതി തന്നെയാണ് തെളിയിക്കേണ്ടത്. ഈ പ്രതികൾക്കൊക്കെ ഒരു ഇരട്ട ജീവപര്യന്തം കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ മുന്നേ ഇവരെയൊക്കെ ഒരു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരില്ലേ? ഇനി മറ്റൊരു കാര്യം, മരണപ്പെട്ടുപോയ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ലാൽ മീഡിയയിൽ പോയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ടാണ് നടിയെ ആക്രമിച്ച വിഷ്വൽസിന് ശബ്ദം കുറവായത് കൊണ്ട് 20-25 തവണ ഈ ശബ്ദത്തിനെ ബൂസ്റ്റ് ചെയ്തത് എന്നുള്ളത്, 20 ഇരട്ടി ശബ്ദം ബൂസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ബാലചന്ദ്രകുമാർ പറഞ്ഞ എല്ലാ വാക്കുകളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ വാക്കുകൾ കൂടി നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലാൽ മീഡിയ, ലാലിന്റെ കാറ്, ലാല് അവരുടെ സിനിമയുടെ ആവശ്യത്തിന് വിളിച്ചു കൊണ്ടുവന്ന് അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാളെ ശിക്ഷിക്കണം. തെളിവുകളില്ലാതെ കോടതി ഒരാളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അയാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പൊ കോടതി തന്നെ പറയുന്നു കോടതി വിധിക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ഈ കോടതി കഴിഞ്ഞാൽ അടുത്ത കോടതി ഉണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത കോടതി ഉണ്ട്, അതുവരെ സമയമുണ്ട് എന്നുള്ളതാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ശിക്ഷിക്കപ്പെടണം. ഈ നടിയെ ആക്രമിച്ച ആള് പണം വാങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്തത് എങ്കിൽ അത് ആരാണെന്ന് കണ്ടെത്തണം. ഇതൊന്നുമല്ല രസം, ഇയാള് 10-25 തവണ കോടതിയിൽ ഇങ്ങനെ വന്നിട്ട് ഹർജി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ ഇയാൾ എവിടുന്ന പൈസ സമ്പാദിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇയാൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കോടതി തന്നെ ചോദിച്ചതാണ് നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രമാത്രം പൈസ എന്നുള്ളത്. അപ്പൊ പിന്നിൽ ഒരാളുണ്ട്, അത് ഉറപ്പാ. നുണപരിശോധന അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേസ് ഒന്നും കൂടി റീഓപ്പൺ ചെയ്തിട്ട് CBI കൊണ്ട് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ സത്യസന്ധമായ രീതിയിലുള്ള ഒരു വിധി വരും, അല്ലെങ്കിൽ തെളിവ് വരും എന്നുള്ളതാണ്. കോടതി മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണമായി അന്വേഷണം കഴിയാതെയാണോ അത് കോടതിയിൽ എത്തിച്ചത് എന്നുള്ളത്. അത് വലിയ ചോദ്യമാണ്. അഭിഭാഷക പറയുന്നുണ്ട് എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് ഏതാണ് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിജീവിതയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും പ്രതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ദിലീപ് എന്ന് പറയുന്ന ആ നടനെ എനിക്ക് ഇഷ്ടമാണ്. ആ വ്യക്തി എന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്കറിയില്ലല്ലോ. വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.